ഇത് മസിലൊന്നുമല്ല, മുഴുവൻ നീരാ. ഇരിക്കുമായിരുന്നു. മുതലാളിയുടെ ആക്ഷൻ കണ്ടപ്പോ വേഗം ഒരു സോഡ വാങ്ങിച്ചിട്ടോ എന്ന് അവൻ ധരിച്ചു പോലും. അതിനുവേണ്ടി ഓടിയെന്ന് അവൻ പറയുന്നത്. അപ്പൊ ഞാനൊരാളെ കാണിച്ചു തന്നാൽ ഇനി നീ ഇടിക്കോ? എന്നാൽ ഒരുത്തന് ഇടി കൊടുക്കാനുണ്ട്. ആർക്ക്? ആ കുഞ്ഞുകുട്ടന്. എല്ലാത്തിനും കാരണം അവനാ. അവനെ ഞാൻ ഇവനും എത്തിയോ? ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചേ തീരും. ആ കേരളിൽ വന്ന് താക്കോൽ വാങ്ങിച്ചിട്ട് പോയോ? ആ പോയി. വൃത്തിയാക്കിയിട്ടിരിക്കുകയാണോ? പല ബാങ്കുകളിലെ എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല. പക്ഷെ കരിവട്ടൂർ, ഉടുമ്പന്തറ, പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കൊട്ടക എന്റേതാ. മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജൗളിക്കടയും മറ്റാരുടെയുമല്ല. അങ്ങനെയുള്ള എനിക്ക് ഒരു പീണ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടൻ വശം അമ്മാവന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാണുമല്ലോ. എനിക്ക് തരാൻ? അതെ, ഞാൻ 20 ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു. ഷഡ്ഡിയോ? അയാൾ തന്നില്ലേ? മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരനെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഷഡ്ഡി കൊടുത്തയച്ചത് ആർക്ക്, എന്തിന്? അത് ശരി, ആ കുഞ്ഞുകുട്ടനൊന്ന് വിളിക്കൂ. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്തവന്റെ അന്ത്യമാണ്, വിളിക്കവനെ. കുഞ്ഞുകുട്ടൻ എന്ത് ചെയ്തു? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ച് തരാമെന്ന് പറഞ്ഞത്. എന്താ? മീനാക്ഷിയെ? എത്രയോ സ്വർണമാലകൾ, സാരികൾ, വളകൾ മീനാക്ഷിക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ഒടുവിൽ നിങ്ങൾക്ക് 20 ഷഡ്ഡിയും. തോക്ക് കേസിൽപ്പെട്ട് ഞാൻ ലോക്കപ്പിലായപ്പോ അവന്റെ അടുത്തേക്ക് ഞാൻ ആളെ അയച്ചു. അവൻ വന്നില്ല. ഒടുവിൽ അവൻ പറഞ്ഞയച്ചത് എന്താണെന്നറിയോ? ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷി എനിക്ക് കെട്ടിച്ചു തരാൻ ഇവിടെ ആർക്കും താല്പര്യമില്ലെന്ന്. ശരിയാണോ? നിങ്ങൾക്ക് എന്താ പ്രാന്തമുണ്ടോ? മീനാക്ഷി എന്റെ മകളാ. അവളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് കുഞ്ഞുകുട്ടനല്ല തീരുമാനിക്കുന്നത്. എന്താടാ ഇവിടെ? ആരാ ഇവരൊക്കെ? ഞാൻ ഇവിടുത്തെ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. എന്താ? കുഞ്ഞുകുട്ടൻ അങ്ങനെ വാക്ക് കൊടുത്തു അത്രേ. എന്നിട്ട് ഷഡ്ഡി മീനാക്ഷിക്ക് കൊടുക്കാനെന്നും പറഞ്ഞ് ഇയാളുടെ പല പല സാധനങ്ങളും വാങ്ങിച്ചതാ പറയുന്നത്. പറയുന്നതെല്ലാം സത്യമാണ്. ലോക്കപ്പിൽ കിടന്ന് ഞാൻ പലതും അനുഭവിച്ചു, ജീവിതം പഠിച്ചു. ഇനി ഒളിച്ചു കളിയില്ല. ഒന്നുകിൽ മീനാക്ഷി, അല്ലെങ്കിൽ കുഞ്ഞുകുട്ടൻ. രണ്ടിലൊന്നിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. കുടുംബത്തിൽ കയറി വന്ന് അസംബന്ധം പറയുന്നു. കുഞ്ഞുകുട്ടാ, കുഞ്ഞുകുട്ടാ, എടാ കുഞ്ഞുകുട്ടാ, പഴങ്ങഞ്ഞു കുടിക്കുക. വിളിക്കടിയാ പഴങ്ങഞ്ഞ ഇങ്ങോട്ട്. ഇവിടെ വാടാ, ഇവിടെ വരാൻ. ഇവരീ പറയുന്നൊക്കെ നേരാണോ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇട്ട് നിന്റെ ചുട്ട് കരിക്കൂടാ. അത്രക്കായോ? എന്നാ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ കൈ ധരിക്കുന്നു. കിട്ടൂടാ, നിന്നെ എനിക്ക് എന്റെ കൈ കിട്ടും. ഈ നാട്ടിൽ നിന്ന് പൊക്കോണം. എന്റെ കയ്യിൽ കിട്ടിയ വെട്ടിക്കൊന്ന് ഞാൻ കെട്ടിത്തൂക്കും. കുടുംബത്തിന് നാണം കെടുത്താൻ ജനിച്ച തെണ്ടി. അമ്മ ഇനി ഒന്നും പറയണ്ട, ഞാൻ പോയി ചോദിക്കും. മീനുവിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവണം. ആ അച്ഛമ്മയുടെ സ്വത്ത് മണമെന്ന് എനിക്ക് വേണ്ട, അത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ. പക്ഷെ മീനുവിനെ തോന്നിയവർക്ക് കെട്ടിച്ചോർക്കുള്ള തള്ളയുടെ പൂതിയുണ്ടല്ലോ, കയ്യിലിരിക്കുള്ളൂ. അത് തന്നെ എന്റെ അഭിപ്രായം. ഗോവിന്ദൻകുട്ടി ഒന്നും പറയണ്ട. ഇവൻ ആരോടാ ചോദിക്കാൻ പോകുന്നത്? ഇവന്റെ അമ്മൂമ്മയും അമ്മാവന്മാരും അവിടെ ഉള്ളത്. ആ ഓർമ്മ വേണം. പിന്നെ അവരെന്നെ പിടിച്ച് മൂക്കി കയറ്റി കളയോ? കുട്ടിക്കാലത്ത് ഉറപ്പിച്ചു വെച്ച് ഈ കല്യാണത്തിന് ഇപ്പൊ സമ്മതമല്ല എന്ന് പറയാൻ എന്താ കാരണം? വേണ്ട മോനെ, നമ്മളായിട്ട് വഴക്കിനും വക്കാണത്തിനൊന്നും പോണ്ട. അങ്ങനെ വിട്ടാ ശരിയാവൂല. അവൾ ഇറങ്ങി വരുമെങ്കിൽ ഞാൻ വിളിച്ചോണ്ടിരും. ആരെന്തൊക്കെ പൊല്ലാപ്പെട്ടാക്കിയാലും ശരി. പറഞ്ഞത് മീനാക്ഷി, നീ എന്താ ഇവിടെ? ഇനി വരില്ല. അവസാനമായിട്ടൊന്ന് വന്നതാ. മീനുവിനെ വിളിച്ചോണ്ട് പോവാൻ. അവൾ വരാൻ തയ്യാറാണെങ്കിൽ. മീനു, നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. അവൾ എന്റെ പെണ്ണാ. അങ്ങനെയല്ലേ കുഞ്ഞുനാള് പോലെ നിങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്താ വലിയ മോൻ എതിർപ്പുണ്ടോ? എടാ, എനിക്ക് എതിർപ്പുണ്ടോ ഇല്ലയോ? എതിർപ്പുണ്ടായാലും അവള് വന്നാൽ ഞാൻ കൊണ്ടുപോകും. ആരെയാടാ അത്? എന്താടാ നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ രണ്ടിലൊന്നും അറിയാനാ വന്നിരിക്കുന്നേ. നിങ്ങൾ മീനുവിന് വേറെ ആളെ തിരക്കുന്നു കേട്ടു. എന്റെ കോക്കില് ജീവനോടത്തോളം കാലം അത് നടക്കില്ല.
നീ ആരാടാ ധർമ്മപുത്രയുടെ മകൻ കൊച്ചു തമ്മിയോ കയ്യെന്നെ വിടറാ എടാ ഞാൻ ഇവരെ കാര്യം പറഞ്ഞ് മനസ്സിലായിക്കോളാം. മനസ്സിലാക്കാനൊന്നുമില്ല, ഞാൻ അവളെ കൊണ്ട് പോവും. മീനാക്ഷി നീ വരുന്നു. നീ അങ്ങോട്ട് നീക്ക്. പോടിയകത്ത്. അങ്ങോട്ട് പോ. ഇവിടെ വരെ. പിടിച്ച് മാറ്റടാ അവളെ. എടാ പിടിച്ച് മാറ്റ. അവളെ ചേരുത്. കൂത്തുകളെ കൊണ്ടുപോടിയകത്ത്. വെട്ടിക്കൊന്ന് പൊടിച്ചു മൂടി ഞാൻ ജയിലിൽ പോയാലും ഇവന്റെ കൂടെ പുറത്തില്ല. കൊണ്ടുപോടാ. ഈ പഠിക്കാത്ത കൊന്നാണ് ഞാൻ പുറത്ത്. ആർക്കടാ കൊല്ലണ്ടേ? മണി ആദ്യം എന്നെ കൊല്ലടാ. അമ്മയാണെന്ന് വിചാരം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങണ ഈ പടിയുന്ന്. എനിക്ക് വേണ്ട ഇവിടുത്തെ പെണ്ണിനെ, നിനക്കും വേണോടാ. തളർന്നു കിടന്ന് നിന്റെ അച്ഛനെയും നമ്മളെ നട്ടപ്പാതിരയ്ക്ക് ചവിട്ടി ഇറക്കി കഥ അടച്ച ദ്രോഹിയുടെ വീടായത്. നിന്റെ അച്ഛനെ കൊന്ന പിശാചുക്കളാ ഇവര്. ഇവിടുത്തെ പെണ്ണിനെ നിനക്ക് വേണ്ട, എനിക്കും വേണ്ട. കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു, ഏത് കൊമ്പത്തോണെങ്കിലും കെട്ടിച്ചു വിട്ടു. കുഞ്ഞിലെ പറഞ്ഞു കൊതിപ്പിച്ചതുകൊണ്ട് എന്റെ മോൻ അല്പം മോഹിച്ചു പോയി. സാരമില്ല, ക്ഷമിച്ചോളും. ക്ഷമിക്കാനും മറക്കാനും ഞാനും അവനെ പഠിപ്പിച്ചോളാം. വാടാ. അച്ഛമ്മേ, പറമ്പിലും കൊളക്കടയിലും ഒന്നും ആരും കണ്ടില്ലെന്ന് അടുക്കള വാതില് രാവിലെ തുറന്നു കിടന്ന ജോലിക്കാര് പറയുന്നത്. ആ പട്ടാളത്തിന്റെ വീട്ടിലൊന്ന് അന്വേഷിച്ചു. സാറേ, മീനാക്ഷി അങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ലല്ലോ. എന്താ? കാലത്ത് എഴുന്നേറ്റ് അവളെ കാണുന്നില്ല. ഇവിടെ ഞാൻ തന്നെ കാണും അല്ലേ? കാണുന്നില്ല. ആരോടും ഒന്നും പറയാതെയാണോ പോയത്? എടി ഒരുമ്പട്ടോളെ, എവിടെ മീനാക്ഷി? വിളിക്കടി അവിടെ. മീനാക്ഷിയോ? അമ്മ എന്തായി പറയുന്നേ? നിനക്കറിയില്ല അല്ലേ? ഇത്രയും കാലം എന്റെ മുതൽ മുഴുവൻ കട്ട് തിന്നതും പോരാഞ്ഞ് ഇപ്പൊ പെണ്ണിനെ മോട്ടിച്ചോണ്ട് വന്നിരിക്കുന്നു. മര്യാദക്ക് ഇറക്കി വിടറി അവളെ. കിളവി നാക്കിലെല്ലാം വെച്ച് തോന്നിയ ദിവസം പറഞ്ഞിട്ടല്ലോ. മണി ഒന്ന് ചുമ്മാ ഇരിക്കാമേ. ഇവരാരാന്ന് ഇവരുടെ വിചാരം? കുറെ സ്വത്തം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭൂതം. സഹിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. പ്രായം നോക്കില്ല ഞാൻ. എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ തല്ലുകൂടിയിട്ട് കാര്യമില്ല. കുറച്ചു മുമ്പ് അമ്പലത്തിന്റെ അടുത്തൂടെ ഒരു ജീപ്പ് വേഗത്തിൽ ഓടിച്ചു പോകുന്ന കണ്ടു. അതിന്റെ അകത്തുനിന്ന് ഒരു പെണ്ണിന്റെ കരച്ചിലും കേൾക്കുന്നുണ്ടായിരുന്നു. ജീപ്പോ? ആരുടെ ജീപ്പ്? അതെനിക്കറിയില്ല. ഷൺമുഖം മുതലാളി അതിനുള്ളിൽ ഇരിക്കുന്ന കണ്ടു. എന്റെ ഭഗവതി, ചതിച്ചോ? എവിടെ നിന്റെ മുതലാളി? എവിടെ മീനാക്ഷി? ഒന്നളി ഞാൻ നിന്നെ. ഇവന്മാരും തന്റെ ഡെഡ് ബോഡി കൊണ്ട് പോകും. എന്നല്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്താ പ്രശ്നം? സാറിനെ തല്ലിയിട്ടുണ്ട്, പോലീസ് എന്നെ തല്ലിയിട്ടുണ്ട്. അതിനൊക്കെ കാരണം ഉണ്ടായിരുന്നു. മീനാക്ഷിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവരെന്നെ കൊല്ലാൻ വരെ. ഇവൻ പറയുന്നു. നീനല്ലേ, നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഒരാളെ വെറുതെ പിടിച്ചിട്ട് തല്ലേ വേണ്ട. മീനാക്ഷി എവിടെ നിന്ന് കണ്ടുപിടിക്കണം. വിളിച്ചു നിൽക്കുന്ന ദ്രോഹി.
എന്തായാലും എല്ലാരും കൂടെ എടുത്തിരിക്കുന്ന തല്ലാൻ അവന്റെ ചെണ്ടേ മറ്റാണ്. അയ്യോ സാറേ, ഞാൻ കണ്ടു. എന്ത്? പുഴയിലൊരു പെണ്ണിന്റെ ശവം പൊങ്ങിന്താണ് കിടക്കുന്നത്. പെണ്ണിന്റെ ശവം? എന്താ മീനാക്ഷിക്കുട്ടി ഇന്നലെ ഇട്ടിരുന്ന ഉടുപ്പിന്റെ നിറം? ഒന്ന് പറ. ചുമന്ന പാവാടയും ആച്ചാരി. അയ്യോ, എന്നാ ഇനി ഒന്നും ആലോചിക്കാനില്ല. ശവത്തിൽ കണ്ട നിറം അത് തന്നെ. പിന്നെ സൂക്ഷിക്കണം, ആഴ കൂടുതലാ. അടിയൊഴുക്കും കയവുള്ള പുഴയാ. നല്ല നീന്തലറിയാവുന്നവര് മാത്രം ഇറങ്ങിയാ മതി. പൊഴി വരെ പൊങ്ങി തപ്പണം. പൊഴി പൊഴി കാലക്കാർ പൊങ്ങി തപ്പണ്ടേ? പൊഴിയിലാ ശവം പൊങ്ങിയത്. പൊങ്ങി തപ്പണ, പൊങ്ങി തപ്പ. എന്റെ അനിയൻ രാഘവൻ ഇതാ അവിടെയാ ശവം താഴ്ന്നുണ്ട്. ഭഗവതി, എന്റെ കുഞ്ഞിന് സംഭവിക്കരുതേ. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. അത് വേറെ ആരെങ്കിലും ആയിരിക്കും അച്ഛനെ. അയ്യോ, ഒന്നും സംഭവിക്കില്ല. അച്ഛൻ കൂടി ഇരിക്കും. അയ്യോ, എനിക്ക് വയ്യ. എന്റെ കൈയും കാലും തളരുന്നു. അയ്യോ, എനിക്ക് വയ്യ. എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. ഇത് മീനാക്ഷിയുടെ തന്നെയല്ലേ? ഞാനാ എന്റെ മോളെ കൊന്നത്. എന്റെ മോളുടെ ഒരാഗ്രഹവും സാധിച്ചു കൊടുക്കാത്ത, ഒന്നിനും കൊള്ളാത്ത ഈ അച്ഛനെ ജീവിച്ചിരിക്കാൻ അവകാശമില്ല. പന്നീട്ട് മാത്രമല്ല നമ്മുടെ മോളെ കൊന്നത്, എല്ലാരും കൂടിയാ. നമുക്ക് ആർക്കും ജീവിച്ചിരിക്കാൻ അവകാശമില്ല. തൃപ്തിയായില്ലേ അച്ചമ്മയ്ക്ക്? പണപ്പെട്ടിയും താക്കോലും നെല്ലും നിലവും ഒക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. പക്ഷേ വനം നൊന്ത് മരിച്ച ആ മീനാക്ഷിയുടെ ശാപം ഉണ്ടല്ലോ, ഒരു കാലത്തും അച്ചമ്മയ്ക്ക് സ്വസ്ഥത ഇല്ല. സ്നേഹിക്കുന്നവരെ അകറ്റുന്നതല്ല കുടുംബ മഹിമ. ഇപ്പൊ എന്തിനാ കരയുന്നേ? ഒക്കെ കഴിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല മോളെ. അവളുടെ മനസ്സിൽ മണികണ്ഠനോടുള്ള സ്നേഹം അത്രയ്ക്കുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. എന്റെ കണ്ണിൽ തിമിരമായിരുന്നു. എന്റെ ഭഗവതി, എന്റെ കുഞ്ഞിനെ നീ ജീവനോടെ തിരിച്ചു തന്നിരുന്നെങ്കിൽ അവളുടെ ഏതിഷ്ടവും ഞാൻ സാധിച്ചു കൊടുക്കുമായിരുന്നല്ലോ. അതിന് പറഞ്ഞിട്ട് എന്താ കാര്യം? വൈകിപ്പോയില്ലേ? വൈകിപ്പോയിട്ടില്ല. മീനാക്ഷിയെ ഞാൻ തിരിച്ചു തരാം. ഭഗവതി തിരിച്ചു തന്നു എന്ന് വിചാരിച്ചാ മതി. മീനാക്ഷി, ജീവിച്ചിരിക്കുമ്പോ വിലയില്ലാത്ത മനുഷ്യന് മരിക്കുമ്പോ വിലയുണ്ടാവും. ദുഷ്ടൻ മഹാനാവും, അസൂയ അഭിനന്ദനമാവും, വിരോധ ഇഷ്ടമാവും. അത് മനുഷ്യ സഹജമാണ്. അത് തന്നെയാണ് ആച്ചമ്മയ്ക്ക് സംഭവിച്ചത്. കഴിഞ്ഞ കാലത്തെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണിത്. പഴകരുത്. അതോടെ സ്വർഗവാതിൽ എൻട്രി ഷുവർ. സാറിനെ അന്വേഷിച്ച് അവിടെ പട്ടാളം പോലീസൊക്കെ വന്നിരിക്കുന്നു.
വിവാഹത്തിന് പങ്കെടുക്കാൻ നിവൃത്തിയില്ലല്ലോ. എന്നാലും എന്റെ മനസ്സും അനുഗ്രഹവും ഒക്കെ അവിടെ ഉണ്ടാവും. ഞാൻ കാരണം സാറിന് ഒരുപാട് എന്താണ് ഇത്? സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? എന്തെങ്കിലും നന്മ ചെയ്യാൻ അവസരം കിട്ടുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം വരട്ടെ. ഇനി ഇങ്ങോട്ടൊക്കെ വരണം, ഞങ്ങൾ നോക്കിയിരിക്കും. തീർച്ചയായും വരും. ആ, നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഞാനൊന്നും തന്നില്ലല്ലോ. ഇതിരിക്കട്ടെ. സാറേ, ആ ഷൺമുഖം, തന്റെ പേരിൽ പരാതിയൊന്നുമില്ലാന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു സാറിന് പട്ടാളക്കാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെന്ന് കേട്ടു. അതെ. ഇനി അവിടെ കൊണ്ടുപോയി തൂക്കി കൊല്ലോ? ഇല്ല. പിന്നെ ചവിട്ടി കൊല്ലോ? തല്ലുവും കൊല്ലുവൊന്നും ഇല്ലടോ, ശിക്ഷിക്കും, പിന്നെ വിടും. ഒടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ? എടോ, നമുക്കൊക്കെ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു ജീവിത സഖി എവിടെയോ കാത്തിരിക്കുന്നു. ഇന്ത്യയിൽ ജനിച്ച രാജീവ് ഗാന്ധിയുടെ വധുവാകാൻ ഇറ്റലിയിൽ ഒരു സോണിയ കാത്തിരുന്നു. കേരളത്തിൽ ജനിച്ച പ്രസിഡന്റ് KR നാരായണന് വധുവാകാൻ ബർമ്മയിൽ ഒരു ഉഷ കാത്തിരുന്നു. എന്തിന്, നമ്മുടെ മോഹൻലാലിന് വധുവാകാൻ മദിരാശിയിൽ ഒരു സുചിത്ര കാത്തിരുന്നു. അതുപോലെ എനിക്കും ഷൺമുഖത്തിനും വേണ്ടി ആരോ എവിടെയോ കാത്തിരുന്നു. ഒരു ദിവസം കണ്ടുമുട്ടും.